രാജ്യത്തെ ആകെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതിനിർണായകമായ നീക്കവുമായി അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ തന്ത്രി കണ്ഠരര് രാജീവരര് അറസ്റ്റിലായി. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പിട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്നതും തന്ത്രിയാണെന്ന് വിലയിരുത്തൽ. ഈ ഒരൊറ്റ അറസ്റ്റോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ അന്വേഷണമാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ അവസാന വാക്കായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവരരിലേക്കും എത്തി നിൽക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയും ECIR രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ മുഴുവൻ പ്രതികളും ED കേസിലും പ്രതികളാകും. താഴമൺ മഠം കുടുംബത്തിലെ തന്ത്രിയും അറസ്റ്റിലായതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ചിത്രം തെളിയുകയാണ്. പത്മകുമാർ വെളിപ്പെടുത്തിയ ദൈവതുല്യനായ ആൾ താഴമൺ കണ്ഠരര് രാജീവരരാണോ? കാണാം RD എക്സ്ട്രാ. രാവിലെ 11 മണിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരായ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഉച്ചയോടെയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2 പതിറ്റാണ്ടിന്റെ അടുത്ത ബന്ധം തന്ത്രിക്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമലയിലേക്ക് പോറ്റിക്ക് വാതിൽ തുറന്നുകൊടുത്തത് തന്ത്രിയാണെന്നും SIT കണ്ടെത്തി. പാളികളിൽ സ്വർണം പൂശാൻ ഉൾപ്പെടെ അനുമതി നൽകിയത് തന്ത്രിയാണ്. സ്വർണം പൊതിഞ്ഞ പാളി എന്നറിയാമായിരുന്നിട്ടും ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ തന്ത്രി ഒപ്പിട്ടു. സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിക്ക് അവസരമുണ്ടാക്കി നൽകിയത് കണ്ഠരര് രാജീവാണെന്നും SITക്ക് വിവരം ലഭിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാർ, മുരാരി ബാബു അടക്കമുള്ളവരുടെ മൊഴികളും തന്ത്രിക്കെതിരായിരുന്നു. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് വ്യക്തമായതോടെ തന്ത്രപരമായിരുന്നു SITയുടെ നീക്കങ്ങൾ. മുൻകൂർ ജാമ്യത്തിലുള്ള നീക്കം തടയുന്നതിന്റെ ഭാഗമായി പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ SIT ശ്രമിച്ചു. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ആളായതിനാൽ അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ EDയും ECIR രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് കേസിലെ എല്ലാവരും ED കേസിലും പ്രതികളാകും. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. പോറ്റിയതും കയറ്റിയതും തന്ത്രി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ച് കണ്ഠരര് രാജീവരര്. സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് എഴുതിയ മഹസറിൽ ഒപ്പിട്ടതും കണ്ഠരര് രാജീവരര്. തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും തന്ത്രി ഇതിനൊക്കെ കൂട്ടുനിന്നു. ഇതുവരെ പിടിയിലായവരാരൊക്കെയാണെന്ന് നോക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ, മുരാരി ബാബു ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പത്മകുമാർ CPIM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും, വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം കമ്മീഷണർ, സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജയകുമാർ മുൻ ദേവസ്വം ബോർഡ് അംഗം, KS ബൈജു മുൻ തിരുവാഭരണം കമ്മീഷണർ, ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO, ഗോവർദ്ധൻ ബല്ലാരിയിലെ ജ്വല്ലറി ഉടമ. ഇത്രയും പേരാണ് പിടിയിലായിട്ടുള്ളവർ. റഡാറിൽ 2 പേര് കൂടിയുണ്ട്. ജയശ്രീ മുൻ ദേവസ്വം സെക്രട്ടറി, KP ശങ്കർദാസ് മുൻ ദേവസ്വം ബോർഡ് അംഗം. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യത്തോട് പ്രത്യേകം പ്രതികരണം നൽകേണ്ട കാര്യമില്ല എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. ഓരോ ഘട്ടത്തിലും പ്രത്യേകമായി അഭിപ്രായം പറയുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയതാണെന്നും VN വാസവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ശരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ അവസ്ഥ നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പൊ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയത്. അതാണ് നമ്മൾ പറയുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. TP രാമകൃഷ്ണന്റെ വാക്കുകൾ. തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ. വിശദാംശങ്ങൾ വിവരിച്ച് നമ്മൾ ഒരാളെ രക്ഷിക്കാനില്ല. ഇവിടെ കുറേ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. പോറ്റിയെ കയറ്റിയതിന്റെ ആത്യന്തിക ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനാണ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുകളിലല്ല തന്ത്രി. തന്ത്രിയും തന്ത്രിയെ നിയന്ത്രിക്കേണ്ട മന്ത്രിയും എല്ലാം കേസിൽ ഉത്തരവാദികളാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സണ്ണി ജോസഫിന്റെ വാക്ക്. അപ്പോൾ പോറ്റിയെ കയറ്റിയതാരാണ്? പോറ്റിക്ക് അവസരം കൊടുത്തതാരാണ്? പോറ്റിയെ നിയന്ത്രിച്ചതാരാണ്? പോറ്റിക്ക് സൗകര്യം ഒരുക്കിയതാരാണ്? അതെല്ലാം ജനങ്ങൾക്കറിയില്ലേ?
ഇത്രയും വലിയ ഒരു ക്രൈമിൽ, ഇത്രയും വലിയ ഗുരുതരമായൊരു മോഷണ കേസിൽ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും എല്ലാം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചാർജ്, അല്ലെങ്കിൽ അതെല്ലാം FIRലുള്ള അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കേസിൽ അന്നത്തെ കാലത്തെ മന്ത്രിയെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത് വെറുതെ അഭിമുഖം രേഖപ്പെടുത്താനല്ലല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വമ്പൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടേണ്ടതുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരും നിയമത്തിന് അതീതരല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അയ്യപ്പൻ്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ആരും നിയമത്തിന് അതീതരല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കണ്ഠരർ രാജീവരരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത്. ശബരിമലയിൽ നിന്ന് സ്വർണമല്ല എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖമാണ്. ഇത്തവണ ശബരിമലയിലെ ചുമതല മകനായിരുന്നുവെന്നും ജയകുമാർ പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആൾ കൂടിയത്. അതിൻ്റെ വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റിയും കേസിനെ പറ്റിയൊന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. ദൈവതുല്യരായ പലരും കേസിലുണ്ടെന്ന് മുമ്പ് അറസ്റ്റിലായ പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു. അതാരാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ല എന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ആ മറുപടി കൂടി കാണാം. ദൈവതുല്യരായ പലരും ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണെന്ന് എന്തോ തുല്യരായ പല ആളുകൾ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. സ്വർണം തട്ടിയെടുത്ത കാര്യം വേദനിപ്പിക്കുന്നതെന്നായിരുന്നു മുമ്പ് തന്ത്രി കണ്ഠരർ രാജീവരർ പറഞ്ഞിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനല്ല എന്നും തന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു വാർത്ത ഞെട്ടലോടുകൂടിയാണ് ശ്രമിക്കാൻ സാധിച്ചത്. ഇത്രയും സ്വർണമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വലിയ വിഷമം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണിത്. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കുമോ? ഞാനല്ല കൊണ്ടുവന്ന് അത് വേറെ, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. സനീഷ്, ഇതിപ്പോൾ ദൈവതുല്യനായ ഒരാൾ എന്ന ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് തന്ത്രിയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരുന്നു. എല്ലാവരുടെയും ചർച്ചകളിൽ തന്ത്രി ഉണ്ടെങ്കിലും പൊതുവെ മാധ്യമങ്ങളൊന്നും തന്ത്രിയിലേക്കോ ഒന്നും എത്താനുള്ള ഒരു സാധ്യത അങ്ങനെ തുറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, നമ്മൾ പോലും പല തവണയും ഇവിടെ ഈ RDXൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കോടതിക്ക് തന്ത്രിയെ സംശയം തോന്നാത്തത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പലയാവർത്തി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഇന്ന് വളരെ ഒരേ സമയം തന്നെ സന്തോഷകരമായതും ഒരേ സമയം തന്നെ സങ്കടകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ കാര്യം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം സന്തോഷകരമായിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് കണ്ണികളായിട്ടുള്ള ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. SIT നല്ല വിധത്തിൽ, പ്രത്യേകിച്ച് ശക്തരായിട്ടുള്ള ആളുകളെന്നൊന്നും നോക്കാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. കോടതിയുടെ നല്ല മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരാൾ കൂടെ അറസ്റ്റിലാവുമ്പോൾ അതിനകത്ത് അങ്ങനെ നോക്കുന്ന ആൾക്ക് സന്തോഷകരമായൊരു കാര്യം എന്ന ഒരു വസ്തുത അവിടെയുണ്ട്. പക്ഷേ സങ്കടകരമായിരിക്കുന്നത് ശബരിമല എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതിൽ തന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഏറ്റവും അഭിമാന സ്തംഭമായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യതീർത്ഥ കേന്ദ്രമാണ് അവിടെ. അപ്പോൾ അതിന് ആരാധനാപരമായിട്ടുള്ള നേതൃസ്ഥാനം ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ ബിംബം, അയ്യപ്പൻ്റെ പ്രതിബിംബം എന്ന നിലക്കൂടെയുള്ള ഒരു ആരാധനയ്ക്ക് അർഹമായിട്ടുള്ള ഒരാൾ, അതും തലമുറകളായിട്ട് കൈമാറി വരുന്ന ആ തരത്തിലൊരു ആരാധനാപൂർവമായിട്ടുള്ള നോട്ടത്തിന് അർഹതയുള്ള ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. അതും എങ്ങനെ അവിടെ നിന്നൊരു കാര്യം കൊള്ള നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ, അമ്പലക്കൊള്ള നടത്തിയതിന് അമ്പലത്തിലെ പൂജാരി അറസ്റ്റിലാവുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാര്യമാണ്. അത് സംഭവിച്ചതിലുള്ള മനോവിഷമവും സ്വാഭാവികമായിട്ടും നമ്മൾക്കെല്ലാവർക്കും ഉണ്ട്. എനിക്കും ഹർഷനമുണ്ട്, കാണുന്ന ആളുകൾക്കുണ്ട്. ഇതിനകത്ത് ഇപ്പം നേരത്തെ ഹർഷൻ പറഞ്ഞല്ലോ, ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത് മുതൽ സംശയനിഴലിലുണ്ടായിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു കണ്ഠരർ രാജീവരുടെയും എന്ന് ഇന്ന് ഒന്നിലേറെ ഈ ഒരു ഓൺലൈനിൽ ഞാൻ വായിച്ചു, പത്രത്തിൻ്റേത്. മറ്റു പല വാർത്തകളിലും സമാനമായ വരിയുണ്ട്. അതായത് ഈ സംഭവം പുറത്തു വന്ന ഉടനെ മുതൽ തന്നെ സംശയനിഴലുണ്ടായിരുന്ന ഒരാളായിരുന്നു കണ്ഠരർ രാജീവർ എന്നെല്ലാവരും എഴുതിയിരിക്കുകയാണ്. സത്യത്തിൽ ഒരൊറ്റ മാധ്യമം
ഇത് പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. നമ്മൾ പല ആവർത്തി പറഞ്ഞു. നമ്മൾ RDX പലതവണ ഹർഷനും ഞാനും മാറി മാറി പറഞ്ഞു ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവതുല്യൻ എന്ന് പറയുന്നയാൾ തന്ത്രിയാണെന്ന് ആരും സംശയിക്കാത്തത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ചു. അതെപ്പോഴാണ്? അന്ന് ഈ പത്മകുമാറിനെ വീണ്ടും കിട്ടിയപ്പോൾ ദൈവതുല്യൻ കടകംപള്ളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ദൈവതുല്യൻ രാഷ്ട്രീയക്കാരനാണ് എന്ന് ചോദിക്കാൻ ഉതകുന്ന മൈക്കിൻ്റെ പിന്നിൽ നിന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് അതേക്കാൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുന്ന തന്ത്രിയാണോ ഇത്, പൂജാരിയാണോ, പുരോഹിതനാണോ എന്ന ചോദ്യം വരാത്തത് എന്ന സംശയം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അത് രാഷ്ട്രീയ നേതാക്കൾ അത് പറയാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. CPM-ഉം കോൺഗ്രസും BJP-യും അത് പറയാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അവർ വിശ്വാസികൾ കൂടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് നിൽക്കുന്ന ആളുകൾ വിശ്വാസത്തിൻ്റെ ഒരു തലപ്പത്തുള്ള ഒരാളെക്കുറിച്ച് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് പറയുന്നത് പോലെ എളുപ്പമല്ല. രാഷ്ട്രീയ നേതാക്കളുടെ ദേഹത്ത് നമുക്ക് ചെളി കോരിവാരി എറിയാം, അത് കുഴപ്പമുള്ള കാര്യമല്ല. കാരണം അവരുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് വെച്ചതാണ്, അവർ ആ സംഗതിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാണ്. പക്ഷേ ആരാധ്യരായിട്ടുള്ള ആത്മീയ നേതൃത്വം അങ്ങനെയല്ല. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം KPCC കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും BJP-യുടെ നേതാക്കളാണെങ്കിലും CPM-ൻ്റെ നേതാക്കളാണെങ്കിലും അങ്ങോട്ട് അവരുടെ ആക്ഷേപ ആരോപണ കുന്തമുന തുരിക്കാത്തതിന് കാരണം നമുക്ക് മനസ്സിലാവും. അവരത് ചെയ്യാൻ പാടില്ല. പക്ഷേ മാധ്യമങ്ങൾ ആക്ഷേപിക്കൊന്നും വേണ്ട, പക്ഷേ ഇതാ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഇത് ഇങ്ങനെയല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ബാധ്യതയുള്ള പല മാധ്യമങ്ങളും അത് ചെയ്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കണ്ട ചില ചർച്ചയിൽ വന്നിരിക്കുന്ന അതിഥികളിൽ ചിലർ ന്യായമായിട്ടും ഈ സംശയം ഉയർത്തുന്നതായിട്ടും നമ്മൾ കണ്ടു. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പം അങ്ങനെ നമ്മൾ മാധ്യമങ്ങൾ പറയാതിരുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം സംഭവിക്കില്ല എന്ന് മനസ്സിലായില്ല. ഇത് സാധാരണ ഒരു അന്വേഷണ സംഘമാണോ ഇത്? അല്ലല്ലോ. SIT പ്രത്യേക അന്വേഷണ സംഘമാണ്, അതും കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കോടതിക്ക് മുമ്പാകെ സമയാസമയത്ത് റിപ്പോർട്ടുകൾ സമർപ്പിച്ച് അതിൽ അപ്രൂവൽ ആ മട്ടിൽ വാങ്ങിയിട്ട് ഇത്തരമൊരു നടപടികളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു അപ്രൂവൽ കൂടിയൊക്കെ വാങ്ങിയിട്ട് കോടതിയാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത്. ഇനിയിപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാണ് കേട്ടോ എന്ന് കോടതിയോട് പറഞ്ഞില്ലെങ്കിൽ പോലും നാളെ കോടതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പേപ്പർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മതിയായ ഉത്തരം നൽകാൻ കൃത്യമായി ബാധ്യസ്ഥരാണ് തങ്ങൾ എന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയായിരിക്കും ഈ അറസ്റ്റിലേക്ക് പോയിട്ടുണ്ടാവുക, അല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ശബരിമല തന്ത്രി അറസ്റ്റിലാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമല എന്ന് വെച്ചാൽ കേരളത്തിലെ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരുടെ ഒരു വികാരമാണ് ഈ ശബരിമല. അത് നമ്മൾ ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് അതിനെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. അത് അത്തരം വൈകാരികതയെ, അതായത് നമ്മുടെ ഒരു അഭിമാന സ്തംഭമായിട്ടുള്ള വിശ്വാസ കേന്ദ്രമായിട്ടുള്ള അവിടെ ഇങ്ങനെ ശബരിമല തന്ത്രി ഇങ്ങനൊരു കേസിൽ ചെന്ന് പെടുമ്പോൾ നമ്മൾ അങ്ങേയറ്റം വിഷമിക്കുകയാണ്. എന്താണ് അവിടെ സ്ഥിരമായിട്ടുള്ളത്? എന്താണ് ശബരിമലയിൽ? അത് ഹർഷൻ്റെ ഒരു തവണ പറഞ്ഞാണ്. അവിടെ സ്ഥിരമായിട്ടുള്ളത് അയ്യപ്പൻ മാത്രമാണ്. ചിരന്തനമായ അയ്യപ്പ സാന്നിധ്യമാണ് ശബരിമലയെ. അവിടെ ഈ ചിരന്തനം എന്ന വാക്ക് ഉപയോഗിക്കാവുന്നത് അയ്യപ്പനെക്കുറിച്ച് മാത്രമാണ്. ചിരന്തനമായിട്ട് അവിടെ സ്ഥിരമായിട്ടുള്ളൊരു സാന്നിധ്യം. നമ്മൾ നട അടച്ചാലും അടച്ചില്ലെങ്കിലൊക്കെ അവിടെ അയ്യപ്പ സ്ഥാനമാണ്. അയ്യപ്പൻ എപ്പോഴും അവിടെയുണ്ട്. പിന്നെ ആരാ അവിടെ ഉള്ളത്? പിന്നെ രാഷ്ട്രീയക്കാരല്ല, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ല, ദേവസ്വം മന്ത്രിയല്ല, അവിടേക്ക് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ മറ്റവരോ അല്ല. അവിടെ പിന്നീട് അദ്ദേഹം കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അയ്യപ്പ ഭഗവാൻ കഴിഞ്ഞാൽ അവിടെ ചിരന്തന സാന്നിധ്യം എന്ന് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള തന്ത്രിയാണ്. ആ തന്ത്രി പക്ഷേ ഒരാളല്ല, അത് കുടുംബത്തിലേക്ക് ഇങ്ങനെ കൈമാറി വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകനല്ലേ ഇപ്പോൾ അവിടെ തന്ത്രി, അല്ലേ? ആണ്. മഹേഷ് ആ കുടുംബത്തിനകത്തുള്ള ആ കണ്ഠരര് കുടുംബത്തിനകത്തുള്ള താഴമൺ കുടുംബത്തിനകത്തുള്ള ആളുകളാണ് അവിടെ പിന്നെ ചിരന്തനമായിട്ടുള്ളത്. അത് തന്നെയും അയ്യപ്പ ഭഗവാന്റെ പ്രതിനിധി എന്നതാണ് അവിടുത്തെ അദ്ദേഹം എന്ന് വെച്ചാൽ കൈമാറി വരുന്ന എന്ന് വെച്ചാൽ അവിടെ സ്ഥിരമായിട്ടുള്ളത് അയ്യപ്പനും പിന്നീട് സ്ഥിരമായിട്ടുള്ളത് ഇദ്ദേഹവും മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു തട്ടിപ്പ് നടന്നാൽ, അവിടെ ഒരു വെട്ടിപ്പ് നടന്നാൽ, അവിടെ ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ കുറ്റം പറയുക തന്ത്രിയെ കുറ്റം പറയണമെന്നില്ല. പക്ഷേ അവിടെ അനുമതിയെല്ലാം വേണ്ട വിധത്തിൽ കിട്ടിയിട്ടാണ് ഇയാൾ സ്വർണവും മറ്റും കടത്തിയത്. അല്ലെങ്കിൽ മറ്റ് പ്രവേശനത്തിലും മറ്റും സംശയിക്കുന്നത് പോലെ ഈ മറ്റ് പുരാവസ്തുക്കളെ കടത്തിയിട്ടുണ്ടെങ്കിൽ ആ കടത്തൽ ഈ ഒരാൾ രാത്രി വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല. പക്ഷേ അതിന് വേണ്ട വിധം രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് പോയതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ തന്ത്രിയെ നോക്കും, നമ്മൾ തന്ത്രിക്ക് നേരെ നോക്കും, നമ്മൾ അദ്ദേഹത്തെ സംശയിക്കുന്നില്ലെങ്കിൽ പോലും നോക്കും. എങ്ങനെ തന്ത്രി ഇത് പറ്റി എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ നേരെ സംശയമുയർത്തും. അത് അദ്ദേഹത്തെ പറ്റിച്ചോ? കാരണം സാത്വികരായുള്ള മനുഷ്യരാണ് ഇവർ എന്നാണല്ലോ സാധാരണ വിശ്വാസികളെല്ലാം മനസ്സിലാക്കുക. അവരുടെ ഉള്ളിലുണ്ടാവുക അങ്ങനെയാണ്. അതായത് ദൈവ സാന്നിധ്യമുള്ള മനുഷ്യർ, ഫുൾ ടൈം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്ന, അയ്യപ്പൻ്റെ ചര്യകൾക്കൊപ്പം സ്വന്തം ജീവിതചര്യയെ കൊണ്ടുപോകുന്ന ഈ മനുഷ്യരിങ്ങനെ അസാത്വികമായിട്ടുള്ള കാര്യങ്ങളും മോശം കാര്യങ്ങളും ചെയ്യില്ല എന്ന് ഒരു വിചാരത്തിന് മുകളിൽ നമ്മൾ അവരെ നോക്കും. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് കോടതിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്താണ്? ഈ സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോകാനും മറ്റുമൊക്കെയുള്ള രേഖകളിലെല്ലാം എഴുതി കൊടുക്കുകയും സമ്മതം കൊടുക്കുകയൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നല്ലേ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു സാധനം പുറത്തേക്ക് പോകണമെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന നിശ്ചയമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റുള്ളവരും തന്നെയാണ്. പക്ഷേ എല്ലാ അഡ്മിനിസ്ട്രേഷനും മുകളിൽ ഉള്ളൊരു വലിയ അഡ്മിനിസ്ട്രേഷനാണ് അവിടെ ഈ തന്ത്രിയുടേത്. ഇപ്പോൾ ഹർഷൻ ഓർമ്മയുണ്ടാവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ശബരിമല സ്ത്രീ പ്രവേശന വിവാദമുണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ തന്ത്രി ഞാനിത് പൂട്ടിയിട്ട് പോകും
ശ്രീകോവിൽ പൂട്ടിപ്പോകും എന്നോ മറ്റോ പറയുകയോ അല്ലെങ്കിൽ പറഞ്ഞതായിട്ട് പുറത്തേക്ക് വാർത്ത വരികയോ ചെയ്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ പറഞ്ഞു. ഏത് സാഹചര്യത്തിലും എന്ത് തരം കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവിടെ എന്തും നടത്താൻ അധികാരമുള്ള ആളാണ് തന്ത്രി. കാരണം അത് അദ്ദേഹത്തിന് ദത്തമായിട്ടുള്ള കാര്യമാണ്, ദൈവദത്തമായിട്ടുള്ളതെന്ന് വിശ്വാസികൾ അദ്ദേഹം കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മുകളിൽ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ഈ പറയുന്ന കമാൻഡുണ്ട്. ആ കമാൻഡുള്ള ആൾ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അവിടേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയാൽ ഹർഷ, ദൈവദത്തമായിട്ടുള്ള അധികാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന് നഷ്ടമായി പോകും. അദ്ദേഹം പിന്നെ ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും നിലയിലേക്ക് തരംതാണ് പോകും. ഏതൊരു സാധാരണ മനുഷ്യൻ്റെ നിലയിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? എന്നെയും ഹർഷനെയും പത്മകുമാറിനെയും പിന്നെ അല്ലെങ്കിൽ ഏത് സാധാരണ മനുഷ്യനെയും പോലെ നിയമ സംവിധാനങ്ങൾക്ക് വഴങ്ങേണ്ടുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് തരം താഴ്ത്തപ്പെടും അദ്ദേഹം. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അറസ്റ്റിലായിരിക്കുന്നു അദ്ദേഹം. ദൈവദത്തമായിട്ടുള്ളതെന്ന് പറയുന്ന വിശുദ്ധമായിട്ടുള്ള ഈ പദവി അദ്ദേഹത്തിന് കുടുംബപരമായിട്ടും മറ്റുമൊക്കെ പാരമ്പര്യമായിട്ടുമൊക്കെ കിട്ടിയ ഈ പദവിയെ ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ കുഴപ്പങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഇനിയും തെളിയേണ്ടതാണ്. പക്ഷേ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സാധാരണ മനുഷ്യരെക്കാൾ തരം താഴ്ന്നൊരവസ്ഥയിലേക്ക് പോകും. കാരണം ദൈവത്തോട് ഇത്രമേൽ ചേർന്ന് നിൽക്കാവുന്ന ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ആ ദൈവസന്നിധിയെ പങ്കിലമാക്കിയതിൻ്റെ പാപഭാരം അദ്ദേഹത്തെ സാധാരണക്കാരനായ ഒരു കുറ്റവാളിയേക്കാൾ വലിയ കുറ്റവാളിയാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റും പ്രാർത്ഥിക്കുകയും രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ എഴുതുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നമുക്ക് പിന്നെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആളുകളൊക്കെ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അത് ചെയ്തുകൊള്ളട്ടെ. എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ വേറൊന്നുമല്ല, ഈ നമുക്കിപ്പോൾ ഉറപ്പിച്ച് കണ്ഠരർ രാജീവരർ എന്ന് പറയാൻ വരുന്നുണ്ട്. ആദ്യമൊക്കെ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു കൗതുകമായിരുന്നു, ഇത് എന്താണ് ഇങ്ങനെയെന്ന്. ഈ കാര്യത്തിലൊക്കെ വ്യക്തത വന്നത് എപ്പോഴാണെന്നറിയോ? പണ്ട് ഈ ശോഭാ ജോണിൻ്റെ ഹണി ട്രാപ്പ് കേസിൽ കണ്ഠരർ മോഹനർ കുടുങ്ങി. അദ്ദേഹം കുടുങ്ങിയ സമയത്താണ് ഈ ഹണി ട്രാപ്പെന്നും ആദ്യം നമ്മൾ കേൾക്കുകയാണ്. ഈ മോഹനർ കണ്ഠരർ എന്നൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നതും ആദ്യം. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്നറിയോ? ഈ അതായത് ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ കേരളം ഉണ്ടാക്കിയ നമ്മുടെ പരശുരാമൻ ചെന്ന് കൊണ്ടുവന്നതാണ് ഈ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന 2 കുടുംബങ്ങൾ ഒന്നാണത്ര ഈ ഇത്. അപ്പോൾ ആ ആന്ധ്രയിലെ പേരിൻ്റെ രീതി അനുസരിച്ചാണ് അവസാനം പേരിനോട് വലിയ രര് കിടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. രാഹുൽ ഈശ്വറൊക്കെ അതിനെക്കുറിച്ച് ആവർത്തിച്ച് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വർ വേറൊരു കുടുംബത്തിലേക്ക് ആയി, അതായത് അമ്മ വഴിക്കാണ്. അപ്പോൾ ഇത് അച്ഛൻ വഴിക്കാണ് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അതായത് രാജീവരർ ആ സമയത്ത് അതിന് ഈ മോഹനർ ഇതുപോലെ കേസിൽ പെടുന്ന സമയത്ത് രാജീവർ ഇദ്ദേഹം സാത്വികനാണ്, ഇദ്ദേഹമാണ് കുഴപ്പക്കാരൻ എന്നായിരുന്നു അന്ന് സ്ഥാപിക്കപ്പെട്ടത്. അത് അതിനുശേഷം രാജീവർ സാത്വികനാണ്, അദ്ദേഹം ആണ് കാര്യങ്ങൾ അറിയാവുന്നയാൾ എന്ന്. ആ സമയത്ത് ഈ ഇദ്ദേഹം മോഹനർ കേസിൽ പെടുമ്പോൾ തന്നെ അന്ന് അന്നത്തെ ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടു അതിൻ്റെ തുടർനടപടികളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ മോഹനരുടെ പൂജ ചെയ്യാനുള്ള ശേഷി എന്താണ്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്നുള്ള ഒരു പരിശോധന ജസ്റ്റിസ് പരിപൂർണൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ട് ഓർമ്മയുണ്ടോ? അന്ന് കണ്ടെത്തിയത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് ഒന്നും പൂജയൊന്നും അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല. അല്ല മോഹന അപ്പൊ എന്താണ് പരമ്പരാഗതമായി ഇങ്ങനെ കിട്ടിപ്പോരുന്നതാണ്. അത് കിട്ടുന്നത് എന്താണ് സനീഷേ? വലിയ സമ്പത്ത് കൂടിയല്ലേ, വലിയ സ്ഥാനം, വലിയ പ്രിവിലേജ്, വലിയ സമ്പത്ത്. എങ്ങനെ കിട്ടുന്നതാ? അധ്വാനിച്ചിട്ടല്ല, പരമ്പരാഗതമായി അങ്ങനെ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ കുറച്ച് മര്യാദയാകാമല്ലോ. ആ മര്യാദ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അന്ന്. അപ്പോൾ ചെയ്യേണ്ട പണി അവിടെ ചെയ്യാൻ വിശ്വാസികൾ വിശ്വസിച്ച് ചെല്ലുന്ന ഈ തന്ത്രിക്ക് ഈ പണി അറിയില്ല എന്നാണ് അന്ന് ജസ്റ്റിസ് പരിപൂർണം പറഞ്ഞത്. ഈ പണി അറിയില്ല. അങ്ങനെയാണ് ജസ്റ്റിസ് പരിപൂർണൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹർഷ, ഞാനവിടെ നമ്മുടെ എന്താണ് എറണാകുളത്ത് KSRTC പഴയ KSRTC ബസ് സ്റ്റാൻഡ്, ഇപ്പോഴുള്ള KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പുറത്തുള്ള റോഡിൽ ഷെണൈസിനോടുള്ള കണക്ട് ചെയ്യുന്ന റോഡിലായിരുന്നു അദ്ദേഹത്തിന്റെ വീടോ ഓഫീസോ ജസ്റ്റിസ് പരിപൂർണൻ. അന്ന് തന്നെ നല്ല പ്രായമുണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ്, അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടിപ്പുറത്താണ് ഏഷ്യാനെറ്റിന്റെയും മംഗളം പത്രത്തിന്റെ അക്കാലത്ത്. അതുകൊണ്ട് എല്ലാ ദിവസവും കാണുന്ന വീടാണ് അദ്ദേഹത്തിന്. വളരെ സാത്വികമായിട്ടുള്ള ജീവിതചര്യകളുള്ള ഒരാളായിരുന്നു അദ്ദേഹം. വളരെ ഷാർപ്പായിട്ടുള്ള എഴുത്തായിരുന്നു അദ്ദേഹത്തെ പറ്റി എഴുതിയിരുന്നത്. അവസാനം ഈ പൂജയൊന്നും അറിയില്ല. അവസാനം ഈ പറഞ്ഞതുപോലെ മിനിമം ഐറ്റം എന്നുള്ള മട്ടിൽ ഗായത്രി മന്ത്രം അറിയാമോ എന്നോ മറ്റോ പരിപൂർണ്ണം ചോദിച്ചു, അതും അറിയില്ല. അപ്പോൾ പിന്നെ എന്ത് വിശ്വസിച്ചാണ് വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന മട്ടിൽ അവസാനം അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഈ മോഹനരെ പിന്നീട് മാറ്റി നിർത്തുകയായിരുന്നല്ലോ, തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന അപൂർവമായ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇത് കണ്ഠരർ രാജീവരർ. എനിക്ക് തോന്നുന്നത് കണ്ഠരർ മോഹനർ ഇപ്പോൾ അദ്ദേഹത്തിന് പൂജയൊന്നും അറിയത്തില്ലെങ്കിൽ കൂടി അദ്ദേഹം ചെന്ന് പെട്ട ഒരു പുകിലാണ് അത്. ഇത് പക്ഷേ അങ്ങനെയുമല്ല, ഇത് വൻ തട്ടിപ്പാണ്.
ഈ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമായി ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ ഒക്കെ നോക്കി ആരോപണ പ്രത്യാരോപണത്തിലേക്ക് പോകുന്നത് കുറച്ചു കാലത്തേക്കെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കാര്യത്തിൽ വ്യക്തതയോടെ, ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രശ്നം കൂടിയാണ്, വിശ്വാസികളുടെ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ കല്ലും പതിനും തിരിയേണ്ടതുണ്ട്. അതിന് SIT ഹൈക്കോടതിയെ അനുവദിക്കണം. ഇതെല്ലാം ഒരു പഴുതാക്കി, ഒരു സാധ്യതയാക്കി ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകരുത്. അതിന് കാരണം എന്താണെന്നറിയോ സനീഷ്? ഇതിപ്പോൾ എന്ന് കയറിയതാണ് ഇവിടെ. 2004 മുതൽ ഇയാൾ അവിടെയുണ്ട്. ഏത് പോറ്റി പല രൂപത്തിൽ ഈ ശബരിമലയിൽ നിന്ന് വിട്ടുനിന്ന കാലത്തും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അവിടുത്തെ തന്ത്രി ആരാണ്? ഇദ്ദേഹം തന്നെ. ഈ രാജീവരര് തന്നെയാണ് അവിടുത്തെ തന്ത്രി. അപ്പോൾ ഇവരുടെ ലിങ്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവരെല്ലാ കാലത്തും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ അവിടെ സ്പോൺസർ എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് തന്ത്രി രാജീവരരാണ്. നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തോ പുതിയ അറിവ് പോലെ പറയുന്നതല്ലല്ലോ. നമുക്കെല്ലാം ഇത് നേരത്തെ അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം. ഇത് തന്ത്രി അറിയാതെ അങ്ങനെ ഈ എളുപ്പത്തിൽ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. ശബരിമലയിൽ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് യുവതീ പ്രവേശ സമയത്ത് ആ വിവാദമുണ്ടായപ്പോൾ സുപ്രീം കോടതി വിധിയെ എതിർത്ത് ഞാൻ ശബരിമല പൂട്ടിയിടുമെന്ന് പറയുന്നത് ഈ തന്ത്രികളാണ്. മനസ്സിലായില്ലേ? ആ തന്ത്രിമാർ, അത്ര അധികാരവും പദവിയുമുള്ള തന്ത്രി ഇങ്ങനെയുള്ള കാര്യം അറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഇദ്ദേഹത്തിന് ഈ അറസ്റ്റ് നോട്ടിലുണ്ട് കൃത്യമായിട്ട്. കാരണം എന്താ, ഇത് അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയത് തന്ത്രി അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇത് ഇല്ലാത്ത കാലത്ത് അവിടെ തന്ത്രി പൂജ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ആ നോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ തട്ടിപ്പിന് ഒന്നുകിൽ തന്ത്രി കൂട്ടുനിന്നു. മാത്രമല്ല, ഈ തന്ത്രിയെ സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതാണ് വാജി വാഹനം. അതായത് ഈ പറയുന്ന അവിടുത്തെ കൊടിമരത്തിന് അങ്ങനെ വലിയൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് ആ കാലത്ത് തന്നെ ചർച്ചയുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കൊടിമരം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? തന്ത്രി പറഞ്ഞാൽ മാറ്റണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം കേരളീയ ക്ഷേത്ര രീതികൾ പ്രകാരം ഏറ്റവും വലിയ അധികാരി തന്ത്രിയാണ്. തന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡുകൾ പോലും തന്ത്രിമാരുടെ അടുത്ത് വച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ചർച്ചയുണ്ടല്ലോ, ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ആ വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യണമെന്നുള്ള വാദത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. ആ വിശ്വാസികളിലെ ഏറ്റവും വലിയ മുത്തപ്പനല്ലേ തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയാണ് ഇവിടെ ഇരുന്ന് ഈ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിസ്സാരമായി ഏൽപ്പിച്ചു കൊടുക്കാവുന്ന സംഗതി അല്ല ഇത് എന്നുള്ളതെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാവുന്ന സംഭവമായത്. അതായത് ആ കൊടിമരം മാറ്റണം എന്ന് പറഞ്ഞു. കൊടിമരം മാറ്റുമ്പോൾ വാജിവാഹനം കയ്യിൽ വയ്ക്കാനുള്ള അവകാശം അപ്പോഴത്തെ തന്ത്രിക്കുണ്ട് എന്ന്. അപ്പോൾ അതറിഞ്ഞു വെച്ചിട്ടാണ് കൊടിമരം മാറ്റാനും ആവശ്യപ്പെടുന്നത്. ഈ വാജിവാഹനം കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ വിവാദങ്ങൾക്ക് ശേഷം വാജിവാഹനം എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് തന്ത്രിയുടെ കയ്യിലിരിക്കുകയാണെന്ന്, അല്ലാതെ എനിക്ക് അവകാശമുള്ളതാണ് എന്ന്. ഈ വാജിവാഹനം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യമില്ലേ? ഈ സമ്പന്നരായ ഭക്തരുണ്ട്, വലിയ സമ്പന്നരായ ഭക്തർ. ഈ ഭക്തർ ആ ഭക്തിയുടെ, അതായത് അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് എത്ര പണം വേണമെങ്കിലും മുടക്കുന്ന ഭക്തരുണ്ട്. അയ്യപ്പനോട് ചേർന്നിരിക്കുന്ന, അയ്യപ്പൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന തന്ത്രി തന്നെ വന്നൊരു പൂജ നടത്തിയാൽ ഗംഭീരമായി എന്ന് വിശ്വസിക്കുന്ന ധാരാളം ഭക്തരുണ്ട്. അവിടെ എനിക്കെപ്പോഴും തോന്നിയുള്ളൊരു സംശയം ഹർഷരെ, അതായത് ഞാൻ എന്താണത്, അതായത് അത് എനിക്ക് മറ്റേ ഐറ്റം കിട്ടിയിട്ടില്ല, ജന്മം കൊണ്ട് കിട്ടിയിട്ടില്ല. അതായത് എൻ്റെ എപ്പോഴും ഉള്ളൊരു സംശയം, ഇപ്പോൾ നമ്മൾ സ്ത്രീ പ്രവേശനം നടന്നു. അപ്പോൾ സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും അതിനെ എതിർത്തത്. ഇവിടുന്ന് കഷ്ടപ്പെട്ട് കല്ലും മുള്ളും താണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നാലാണ് ഈ പുണ്യം കിട്ടുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകേണ്ടുന്ന വാജിവാഹനം എടുത്തിട്ട്, ഞാനൊരു സങ്കല്പ സീൻ ചോദിക്കുകയാണ്, അതെടുത്തിട്ട് സമ്പന്നരുടെ വീടുകളിലേക്ക് പോയിട്ട് പൂജ നടത്തിയാൽ ഗുണം കിട്ടുമെന്ന് ഈ സമ്പന്നരായിട്ടുള്ള വിശ്വാസികൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ അവിടെ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴല്ലേ അതിന് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് നിലക്കും വ്യാഖ്യാനിക്കാവുന്ന ആചാര പരിപാടികളും വിശ്വാസമൊക്കെയാണോ ഈ സമ്പന്ന വിശ്വാസികൾക്കും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉള്ളത്? അല്ല, അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് അത് കാലങ്ങൾ കൊണ്ട് ഇവർ കൂടി ഉണ്ടാക്കിയെടുക്കുന്നത്. തന്ത്രി ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു പരിപാടി, ഒരു ഇവന്റ് ആണല്ലോ. ആ ഇവന്റ് സൃഷ്ടിച്ചെടുക്കുന്ന ആരാണ്? ഈ മാനേജേഴ്സാണ്. ആരാണ് ഈ ഇവന്റ് മാനേജർ? ഈ പോറ്റിയെ പോലെയുള്ള ആളുകളാണ് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വ്യാപകമായി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അയ്യപ്പ സംഗമം എന്നുള്ള പരിപാടി ദേവസ്വം ബോർഡ് നടത്തിയത് കൊണ്ട് കൂടിയാണ് ഈ തട്ടിപ്പിൻ്റെ ഈ ഗതിയിലുള്ള വളരെ വേഗത്തിലുള്ള ഈ കാര്യങ്ങളിലേക്ക് കടന്നത്. കാരണം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു സാധ്യത കണ്ട് ആ സമയത്താണ് പീഠത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ ചെല്ലുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതിന് കാരണമായത്. കാരണം എന്താണെന്നറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയ്യപ്പ സംഗമത്തിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇത്തരം ശബരിമല കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഈ ഇവൻ്റ് മാനേജർമാരെ ആരെയും അടുപ്പിച്ചിരുന്നില്ല.
ഈ സ്പോൺസർമാരെ അടുപ്പിച്ചിരുന്നില്ല. ഇവർ വലിയ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണല്ലോ പൊതുവെ ഉണ്ടായിരിക്കുന്ന ഒരു വിശ്വാസം. കാരണം അവിടുത്തെ പൂജകൾ നേരത്തെ ബുക്ക് ചെയ്യുക, അത് മറച്ചു വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഈ പരിപാടികൾ ചെയ്യുന്നവരെ അവിടേക്ക് അടുപ്പിക്കേണ്ടതില്ല. നേരിട്ട് ഭക്തർക്ക് ഇടപെടാവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു ആലോചനയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണല്ലോ ഇദ്ദേഹം ഇടപെടുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വന്തം കാലിലിട്ട മഴുവാണിത്. ഈ CBI സിനിമയിലെ മാണിക്കുഞ്ഞ് കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തിനെതിരായിട്ട് CBI കൊണ്ടുവരാൻ വേണ്ടി സമരം നടത്തിയാണ്. അതാണ്. അപ്പോൾ ആ മട്ടിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2004 അവിടെ കയറ്റിയതാണ്. അതിനുശേഷം ഇവിടെ ധാരാളം ദേവസ്വം ബോർഡുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളും ഈ തന്ത്രി ഈ കാര്യത്തിൽ ഏത് തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതും അന്വേഷണ സംഘത്തെ അറിയിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ പരിമിതമായ കാലയളവിൽ അവിടുത്തെ സ്വർണം പൂശിയത് മാത്രമല്ല ഹൈക്കോടതി അന്വേഷിക്കേണ്ടത്. അതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ശബരിമലയിൽ ഈ കണ്ഠരര് രാജീവരരുടെ കൈക്കാരനായി ഉണ്ടായിരുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ആ അന്വേഷിച്ചാലാണ് അവിടെ എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുക, എത്ര വലിയ തട്ടിപ്പാണ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുക, എത്ര കോടികളാണെന്ന്. ഈ സ്വർണ്ണക്കണക്കിലേക്ക് വന്നാലുണ്ടല്ലോ ഇത് ചെറിയ കണക്കിൽ ഒതുങ്ങിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് അതിനേക്കാളൊക്കെ വലിയ തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നത്. ആ നിലയ്ക്ക് വേണം അന്വേഷണം പോകാൻ. നമ്മൾ വിശ്വാസികൾ ഈ പരമ്പരാഗതമായി കിട്ടുന്ന ഇത്തരം അവകാശങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ അല്ലാത്ത ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കഠിനമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം വെറുതെ ഇരുന്നിട്ട് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് വേറെ വിയർപ്പ് ഇല്ലാതെ കിട്ടുന്ന സംഗതികളാണ്. ഇതിനകത്ത് ഇന്നത്തോടെ ഉണ്ടായ മറ്റൊരു കാര്യം, രാഹുൽ ഈശ്വറിന് ഇനി മറ്റ് മെനിനിസ്റ്റ് പരിപാടികൾക്കൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോരാടാൻ ഇറങ്ങി. ഇനി മാങ്കൂട്ടത്തിന്റെ കാര്യം പോക്കായി. ഇനിയിപ്പോൾ ആ കാര്യങ്ങളില്ല. മാങ്കൂട്ടത്തിന് വേണ്ടി ജയിലിൽ കിടക്കാൻ കിട്ടില്ല. കുടുംബത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചു പോരാട്ടമായിരിക്കും അതിന്. ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ താഴമൺ കുടുംബത്തിലെ തന്ത്രിയും അറസ്റ്റിലായെന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഇത്ര നാളും ഊഹാപോഹങ്ങളാൽ ചുറ്റിത്തിരിഞ്ഞ കേസായിരുന്നെങ്കിൽ തന്ത്രിയും പിടിയിലായതോടെ കൃത്യമായ ചിത്രം തെളിയുകയാണ്. ഉദ്യോഗസ്ഥരെ മുൻനിർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ സഹായത്തോടെ ആസൂത്രണം ചെയ്ത തട്ടിപ്പെന്നാണ് കണ്ടെത്തൽ. ഇനിയും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട്. ശബരിമലയിലെ ജീവനക്കാരുടെ മൊഴികളും തന്ത്രിക്ക് കുരുക്കായി. പോറ്റിയെ ശബരിമലയിൽ സർവശക്തനാക്കി മാറ്റുന്നത് തന്ത്രി കണ്ഠരര് രാജീവരരാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും കേസിൽ ആരൊക്കെ കുടുങ്ങുമെന്നും ആരൊക്കെ അഴിക്കുള്ളിലാകുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം. RDXൽ ഒരിടവേള.